നമസ്കാരം കൊച്ചി. ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് നന്ദി. ഞാൻ വൈകിയതല്ല, ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴത്തെയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർന്നില്ല, അങ്ങനെ വൈകിപ്പോയതാണ്. പക്ഷെ താങ്ക് യു സോ മച്ച്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന്. ഇതൊരു വളരെ സ്പെഷ്യൽ സിനിമയാണ്. ജയനും എനിക്കും ഓഫ്കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും. ഞാൻ ഇന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ, മറ്റൊരു ലോകം പാരലലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഒരു സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു. എന്നോട് ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ്, മോഹനം നീയാണ് എന്ന് പറയുന്നത്. സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനുള്ള സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയിറ്റിംഗിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപനെ വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സച്ചി തിരിച്ചെന്നോട് എല്ലാം ഫിക്സ്, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിന്റെ തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടുന്നത് ജയന്റെ കയ്യിലാണ്. കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല, സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും സച്ചിയുടെ എല്ലാം ആയിരുന്നു. പക്ഷേ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ്. ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല, എന്റെയും അസോസിയേറ്റ് ആണ്. ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് പ്രൈഡ് ഫോർ മീ. എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ, അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. അതിത്രയും മനോഹരമായി കൺസീവ് ചെയ്യപ്പെടുന്നു. അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിയുടെ ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ്. ഇതിന്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സാണ്. ആക്ച്വലി ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്യാങ്ങാണ്. സന്ദീപിന്റെ അച്ഛന്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ഫുഡ് കഴിച്ചു കൊണ്ട് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സേനന്റെ എന്നെ മോഹനെ പോലെയാണ് കണ്ടത്. ഇന്നും ആ സ്നേഹവും വാത്സല്യവും ഉണ്ട്. അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് എന്ന് പറയുന്നൊരു ശരിക്കൊരു ലൈഫിന്റെ തന്നെ വലിയ ജേർണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവന്റ് ആയിട്ടാണ് എനിക്കിത് പലപ്പോഴും തോന്നാറുള്ളത്. ജെയ്ക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അഫ്കോഴ്സ് ജെയ്ക്സും ഞാനും ഒരുപാട് വർഷങ്ങളെ പരിചയമുണ്ട്. പക്ഷെ അയ്യപ്പനും ഘോഷിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയാണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിംഗ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ്. ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുടങ്ങിയ ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന ഒരവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ്, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ജെയ്ക്സിന്റെ ബെസ്റ്റ് ഇസ് സ്റ്റിൽ അഹെഡ് ഓഫ് ഹിം. ജെയ്ക്സിന്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ വിലായത്തുക, ഈ സിനിമയ്ക്ക് ജെയ്ക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ, ഈ സിനിമയുടെ കഥയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജെയ്ക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഇസ് ട്രൂലി ഓൾ ഇൻസ്പയറിംഗ്. സോ താങ്ക് യു ജെയ്ക്സ് ഫോർ ഓൾ ദാറ്റ് യു ഹാവ് ഡൺ. ഇന്ദുവിന്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എന്റെ മുഖം കാണുന്നത്. ഇതിനു മുമ്പ് കാർത്തയിൽ ഒട്ടമൊത്തമായി ഞാൻ അഭിനയിച്ചിരുന്നു. ഇന്ദുവിന്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എന്റേതായി എന്റെ ഫിലിമോഗ്രഫിയിൽ വരുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ് ഇന്ദുവിന്റെ റൈറ്റിംഗിന്റെ. ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ദുവിന്റെ അടുത്ത ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു. മോഹനന്റെ മുഖം എന്റേതായി കഴിഞ്ഞപ്പോൾ അതിന് സമ്മതം കൂടിയത് ഒരുപാട് നന്ദി. ശ്രീജിത്ത്, അഫ്കോഴ്സ് ശ്രീജിത്ത് is one of the most interesting technicians in Malayalam cinema. ശ്രീജിത്ത് ഒരു top editor. He is also one of the finest colorists that I have known. I don't know how many people, അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. സിനിമയുടെ എഡിറ്റിംഗും കളറിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന എത്ര ടെക്നീഷ്യൻസ് ഇന്ത്യയിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആ രീതിയിൽ നമുക്ക് റിയലി ഫൈൻ ടെക്നീഷ്യൻ, യങ് ടെക്നീഷ്യൻസ് വി ഹാവ്. Glad that he started the film. ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകും. സംഗീത്, രാജേഷ്, റൈറ്റർ. മൈ കോ ആക്ടേഴ്സ് പ്രിയ, ധ്രുവൻ, അനു എന്നിവരില്ല. അവർക്കൊക്കെ ഉപരി ക്ഷമിച്ചതാണ്. ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന
മോഹൻ ഭാസ്കരൻ മാഷുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫലം. അതിന് എന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ മികവിലൂടെ ഒരുപാട് സഹായിച്ചെടുക്കുവാനാണ് ശ്രമിച്ചത്. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ശ്രമിച്ചപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രമിച്ചപ്പോൾ പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും തെലുങ്കിനകളിൽ ഓർമ്മ വരുന്നുണ്ടെന്ന് ഞാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം. 21-ാം തീയതി സിനിമ റിലീസാവുകയാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ്. ഈ സിനിമ 21-ാം തീയതി റിലീസാകുമ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം, അതാണ് നമുക്ക് പ്രധാനം. പക്ഷേ ഐ ഹോപ്പ് somewhere Sachi is sitting and watching this and he feels proud. Thank you. Thank you, sir. Thanks a lot, Rajada. This project has been more than a dream come true for me. So, firstly, thank you, Jayan Cheta, for trusting me. Visuals and Prem Adivale Kadavakam. Eelpichayine Nandi. Thank you, Sandeep Beta, for trusting me. Thank you, everybody, for trusting me. And നിങ്ങളെല്ലാവരും പോലും ഞാനും 21st നവംബറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടം കാണണം, അഭിപ്രായം പറയാം. താങ്ക് യു.